ഇപ്പോൾ പുതിയ വാർത്ത വരുന്നത് അവിടെ ബി.ജെ.പി. നേതാക്കളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥരും തമ്മിൽ വാക്ക് തർക്കം എന്നുള്ളതാണ്. ഇവിടെ ഫ്ലെക്സുകൾ സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ടാണ് തർക്കമുണ്ടായിട്ടുള്ളത്. ബി.ജെ.പി. സ്ഥാപിച്ച ബോർഡുകൾ മാത്രം ഏകപക്ഷീയമായി എടുത്തു മാറ്റുന്നു എന്നുള്ളതാണ് അവിടുത്തെ പ്രവർത്തകരുടെ ആക്ഷേപം. സജിത്, യെസ്, എന്താണ് അവിടുത്തെ സാഹചര്യമെന്ന് നമ്മൾ നോക്കാം. എന്തായാലും ഗുരുതര ആരോപണമാണ് അവിടെ ബി.ജെ.പി. ഉന്നയിക്കുന്നത്. ബോർഡുകൾ എടുത്തു മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് വലിയ തർക്കമുണ്ടായി എന്നതാണ് ഉയർന്ന ആക്ഷേപം. ബി.ജെ.പി. പ്രവർത്തകരുടെ ബോർഡുകൾ മാത്രം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ എടുത്തു മാറ്റിയെന്നതാണ്. കെ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയടക്കം വലിയ പ്രതിഷേധമാണ് ഇക്കാര്യത്തിൽ അവിടെ ഉയർത്തിയത്. കെ സുരേന്ദ്രന്റെ സാന്നിധ്യത്തിലാണ് ഇവിടെ പ്രവർത്തകരുടെ പ്രതിഷേധമുണ്ടാവുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. പിന്നെ അല്ലാതെ സ്വാഗത ബോർഡുകൾ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു നിയമത്തിലും ഇല്ല. പോലീസ് വളരെ മനഃപൂർവ്വം ഞങ്ങളെ ബോർഡുകൾ മാത്രം മാറ്റാണ്. രാഹുൽ ഗാന്ധിയുടെ ബോർഡുണ്ട് ഇഷ്ടം പോലെ, അതെടുത്തിട്ടില്ല. ബി.ജെ.പി. സ്വാഗത ബോർഡുകളാണ് വെച്ചിരിക്കുന്നത് അണ്ണാമലയുടെ റോഡ് ഷോയ്ക്ക് വേണ്ടിയിട്ട്. അത് 1 മണിക്കൂർ നേരത്തേക്കുള്ള പെർമിഷനാണ്. ആ ബോർഡുകൾ മുഴുവൻ എടുത്തു മാറ്റാണ്. എല്ലാവരെയും എടുക്കുമെന്ന് പറഞ്ഞ് ഈ വണ്ടിയിൽ മുഴുവൻ ബി.ജെ.പിയുടെ ബോർഡുകൾ മാത്രമാണ്. വളരെ ഏകപക്ഷീയമായ നടപടിയാണിത്. ഇതൊരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല. അതാണ്, മറ്റുള്ളവരുടെ ബോർഡുകളൊന്നും മാറ്റുന്നില്ല. അണ്ണാമലയ്ക്ക് സ്വാഗതം ആശംസിച്ചുകൊണ്ടുള്ള ബോർഡുകൾ മാത്രമാണ് മാറ്റുന്നത് എന്നാണ് പറയുന്നത്. ഡാൻ ചേരും വിശദാംശങ്ങളുമായി. ഡാൻ, എന്താണ് ഈ ബി.ജെ.പിയുടെ പ്രതിഷേധം? അതിന്റെ വസ്തുത എന്താണ്? സജിത്ത്, എരുമത്തെരുവിൽ നിന്ന് നമ്മളിപ്പോൾ നിൽക്കുന്ന എരുമത്തെരുവിൽ നിന്ന് മാനന്തവാടിയിലെ ഗാന്ധി പാർക്കിലേക്കാണ് ബി.ജെ.പിയുടെ റോഡ് ഷോ. തമിഴ്നാട് ബി.ജെ.പി. അധ്യക്ഷൻ അണ്ണാമല നേതൃത്വം നൽകുന്ന റോഡ് ഷോ സംഘടിപ്പിച്ചിരിക്കുന്നത്. അത് തുടങ്ങുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പാണ് മാനന്തവാടി ടൗണിൽ നിന്ന് കോഴിക്കോടേക്ക് പോകുന്ന വഴിയിൽ ഈ അണ്ണാമലയ്ക്ക് സ്വാഗതം ആശംസിച്ചുകൊണ്ട് സ്ഥാപിച്ചിട്ടുള്ള ഫ്ലെക്സ് ബോർഡുകൾ തെരഞ്ഞെടുപ്പിന്റെ സ്ക്വാഡ് ഉദ്യോഗസ്ഥർ 3 വാഹനങ്ങളിലായി എത്തി പൊതു സ്ഥലത്ത് അത്തരത്തിൽ ബോർഡ് സ്ഥാപിക്കാൻ പാടില്ല എന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് അവിടെ നിന്ന് എടുത്തു മാറ്റുന്ന സാഹചര്യമുണ്ടായത്. തുടർന്നത് ബി.ജെ.പി. പ്രവർത്തകരും ഈ സ്ക്വാഡിലെ ഉദ്യോഗസ്ഥരും തമ്മിൽ നേർക്കുനേർ വാക്ക് തർക്കത്തിലേക്ക് പോകുന്ന സ്ഥിതി ഉണ്ടായി. ഇതോടെ ബി.ജെ.പി. സ്ഥാനാർത്ഥി കൂടിയായ കെ സുരേന്ദ്രൻ സ്ഥലത്തെത്തുകയായിരുന്നു. അദ്ദേഹം ഇടപെട്ടാണ് ഈ പ്രവർത്തകരെ, രോഷാകുലരായ പ്രവർത്തകരെ അവിടെ നിന്ന് പിന്തിരിപ്പിച്ചത്. രാഹുൽ ഗാന്ധിയുടെ അടക്കമുള്ള ഫ്ലെക്സ് ബോർഡുകൾ അതിന് തൊട്ട് മറുവശത്തെ പോസ്റ്റുകളിൽ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും എടുത്തു മാറ്റാതെ ഏകപക്ഷീയമായി കെ സുരേന്ദ്രന്റെയും അതോടൊപ്പം തന്നെ അണ്ണാമലയ്ക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് റോഡിൽ സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡുകൾ മാത്രമാണ് എടുത്തു മാറ്റിയത് എന്ന വിമർശനമാണ് ബി.ജെ.പി. പ്രവർത്തകർ ഉന്നയിച്ചത്. 1 മണിക്കൂറിലേക്കാണ് ഈ റോഡ് ഷോ ക്രമീകരിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട അനുമതി തേടിയതുമാണ്. പിന്നെ എങ്ങനെയാണത് പെരുമാറ്റച്ചട്ട ലംഘനമാകുന്നത് എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കെ സുരേന്ദ്രനടക്കം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർക്കെതിരെ സ്ക്വാഡിലെ ഉദ്യോഗസ്ഥർ ഏകപക്ഷീയമായ നടപടിയാണ് എടുക്കുന്നത് എന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായത്. നിലവിൽ സ്ഥിതി ശാന്തമാണ്. അല്പസമയത്തിനകം നമ്മളിപ്പോൾ നിൽക്കുന്ന എരുമത്തെരുവിൽ നിന്ന് അണ്ണാമലയുടെ നേതൃത്വത്തിൽ ഈ റോഡ് ഷോ മാനന്തവാടിയിലെ ഗാന്ധി പാർക്കിലേക്ക് ആരംഭിക്കുകയാണ്. സജിത്ത്, അഭിലാഷ്. അതാണ്, എന്തായാലും ആ തർക്കം അവിടെ നിൽക്കുക തന്നെയാണ്. അതോടൊപ്പം